ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ കുറേ ദിവസമായി ഒരു വ്ളോഗ് ചെയ്തിട്ട്, അപ്പം ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നെടുത്തതല്ല, ഇന്നലെ എടുത്തതാണ്. ഇന്നലെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ എടുത്തതാണ്. ഞങ്ങളുടെ അവിടുത്തെ പാടത്തിൻ്റെ കാഴ്ചയാണത്. മഞ്ഞ് മൂടിയിട്ട്, നല്ല മഞ്ഞ് മൂടി പറഞ്ഞ ആൾക്കാരൊന്നും വരുന്ന ആ അറ്റത്തുനിന്ന് വരുന്ന ആളേനൊന്നും കാണാണ്ടായിരുന്നില്ല. അങ്ങനെ മഞ്ഞായിരുന്നു. ഒരു 5:30-ക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിലും അടിപൊളിയാവും. പക്ഷേ പാടത്തു കൂടെയൊക്കെ പന്നികളുണ്ട്. അപ്പം ഞങ്ങൾ ആ സമയത്ത് പോകാറില്ല. നേരെ ഒന്ന് വെളിച്ചായിട്ടാണ് പോകാറ്. ഇപ്പം സമയം 6:15. ഇതാ അവിടെ റെയിൽപ്പാളമൊക്കെ ഉണ്ട്, അതൊന്നും കാണാനില്ല. കുറച്ച് നേരം ഞാനും നന്ദേട്ടനും അവിടെ നോക്കി നിന്നിട്ടാണ് പോയത്. ഒരു പ്രാവശ്യം ഞാൻ നടക്കാൻ പോണ വീഡിയോ ഇട്ടുന്നത്, നടക്കാൻ പോണ വീഡിയോ അല്ല കേട്ടോ, ഈ കാഴ്ച നിങ്ങളെ കാണിക്കണമെന്ന് വെച്ചിട്ട് ഇട്ടതാണ്. ഇതാ നല്ല അടിപൊളി കാഴ്ചയാണ് പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഞ്ഞ് മൂടിയിട്ട്. കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ ഇതിലും അടിപൊളിയായിരുന്നു. ആ കാക്ക ഒന്ന് പറന്നു പോയില്ല. ആ ഭാഗത്താണ് റെയിൽപ്പാളം കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. 2-3 ദിവസമായി ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കണം. അപ്പൊക്കെ ഞാൻ പറയാം എന്നിട്ട് അതൊന്ന് വ്ളോഗ് ചെയ്യാന്നുള്ളത്. സമയം കിട്ടാറില്ല, ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ചെയ്തതാണ്. ഇതാ മാപ്പ് അങ്ങോട്ട് കയറി പോവാണ്. തൃക്കങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറി പോവാണ്. തൃക്കങ്ങോട് ഒരു അമ്പലമുണ്ട്, അവിടെ പോയി തൊഴുത് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ നടക്കുക. രാവിലെ 4 മണിക്ക് നീക്കും ഞാൻ, മോന് പഠിക്കാൻ വേണ്ടിയിട്ട്. അവനും നീക്കും 4 മണിക്ക്. എന്നിട്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടാണ് നടക്കാൻ പോവുക. ഇത് അമ്പലത്തിൻ്റെ അതിയേനെ പോവാണ്. രണ്ടുമൂർത്തി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടുമൂർത്തി ക്ഷേത്രം. ഈ അമ്പലത്തിൻ്റെ ബാക്ക് കൂടെയാണ് ഞങ്ങൾ പോണത്. ഇവിടെ ഒരു കാടും പൊന്തിയും കെട്ടിയിട്ടുള്ള ചെറിയൊരു വഴിയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ നിറമാലയാണ് 16-ാം തീയതി. 12-ാം തീയതി അല്ല, 16-ാം തീയതി. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇവിടെ എല്ലാവിടെയും വൃത്തിയാക്കും, കാടൊക്കെ വെട്ടി വൃത്തിയാക്കും. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, അമ്പലക്കുളം. ഞങ്ങൾ ആ വഴി കൂടെയാണ് പോകുന്നത്, ചെറിയ വഴി കൂടെ. അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ വേറൊരു വഴിയുണ്ട്, അതിനെയാണ് പോവാറ്. ഇനി ഇതിനെ പോയിട്ട് എന്താ പറയുക, ഈ അമ്പലത്തിൽ തൊഴുത് കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് വീണ്ടും നടക്കാൻ തുടങ്ങുക. ഇന്ന് ഞങ്ങളുടെ എന്താ പറയുക, കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ ഈ അഷ്ടമംഗല്യ പ്രശ്നം അങ്ങനെ എന്തൊക്കെ പരിഹാര പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇന്നലെ അമ്പലത്തിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു തുമ്പപ്പൂ കിട്ടിങ്ങി കൊണ്ടുവരാൻ. അപ്പം ഞങ്ങൾ അധികം വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് തുമ്പ നിൽക്കുന്നുണ്ട്. പൂവൊന്നും അധികം ഇല്ല. അപ്പം അത് പറിച്ചിട്ട് കൊണ്ടുകൊടുക്കും വേണം അമ്പലത്തിലേക്ക്. ഇതാണ്ട് ഇനിയിപ്പോൾ ഈ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ എല്ലാ വൃശ്യമാസത്തിൽ 30 ദിവസവും പഞ്ചഗവ്യം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സ്വാമിമാരുടെ തിരക്കുണ്ടാവുക, മാല ഇടലും കെട്ടുന്നറൊക്കെ ആയിട്ട്. ഞാൻ എന്നും രാവിലെ ഇവിടെ വന്ന് തൊഴുകും. കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലെ നടക്കാൻ വരിക. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോഴേ കയറുള്ളൂ. കാരണം ഉള്ളിൽ കയറിയിട്ട് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറക്കുക. അപ്പോഴേക്കും നേരം വഴുകല്ലോ, മോന് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെത്തണ്ടേ. അപ്പോൾ പുറത്ത് നിന്നിട്ടാണ് തൊഴുക. പിന്നെ ഇവിടെ ഞാൻ നന്ദേട്ടന് സ്ഥിരമായിട്ട് വിശ്രമിക്കുന്ന സ്ഥലമാണ്. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം അവിടെ വിശ്രമിക്കും. നേരം വഴിയെ വിശ്രമിക്കാനൊന്നും സമയം ഉണ്ടാവില്ല, വേഗം നടന്നിട്ട് വീട്ടിലെത്തും. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്താണ്ട് അപ്പുറത്തൊരു പറമ്പാണ്, ഇപ്പോൾ കമ്പിവേലിക്ക് കയറിയിട്ട് ഒരു 2 ഏക്കറുള്ളൊരു പറമ്പാണ്. അവിടെ നിന്നൊക്കെ പോകുന്നത് ആ തുമ്പ പൊട്ടിക്കുകയാണ്. തുമ്പ പൂവൊന്നുമില്ല, ഇപ്പോൾ ആൾക്കാരതൊക്കെ വെട്ടി. ഇപ്പോൾ ആരെ പിന്നെ തുമ്പയൊക്കെ ഓണത്തിനൊന്നും ഇടില്ലല്ലോ. നമ്മളൊക്കെ ചെറുതാകുമ്പോൾ തുമ്പപ്പൂ കൊണ്ടല്ലേ പൂവിടുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയുന്നില്ല തുമ്പപ്പൂവ് എന്താന്ന്. തുമ്പപ്പൂവൊക്കെ പറിച്ചു. ഇനി കിള്ളിക്കുളങ്ങര കിള്ളിക്കാവ് എന്നാണ് ഞങ്ങൾ പറയുക. കിള്ളിക്കാവിൽ പോയി തുമ്പപ്പൂ കൊടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. ഇതാണ് ഞങ്ങളുടെ കിള്ളിക്കാവ്. ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ കൊടിമരം കേടുപാടുകൾ സംഭവിച്ചിട്ട് അത് പ്രശ്നമാണ്. അതിന് ആദ്യം ശരിയാക്കണം. പിന്നെ ഓരോരോ ബിൽഡിങ്ങിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ചിരിക്കുകയാണ് പഴക്കം ചെന്നിട്ട്. അപ്പോൾ ശരി, ഇതാണ് ഇന്നത്തെ വീഡിയോ.